ഹായ്, നമുക്ക് എളുപ്പം നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് അത്ര വലിയ പ്രയാസമുള്ളതൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുന്നത് പ്രയാസമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. മുട്ട ഒന്ന് ചിക്കി കഴിയുമ്പോൾ സ്ക്രംബിൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഗാർലിക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒണിയൻ ഇട്ട് കൊടുത്ത് ഒണിയനൊന്ന് സോട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒണിയൻ അതിൻ്റെ പച്ചപ്പൊക്കെ പോകുന്നത് വരെ തന്നെ സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സോയാ സോസ് അല്പം ഒഴിച്ച് കൊടുക്കണം. ഡാർക്ക് സോയാ സോസാണ് ആദ്യം ഒഴിക്കേണ്ട. അതിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്യണം. അതിൻ്റെ ആ പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി അതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടണം. അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പെപ്പറും ഉപ്പും ഇട്ട് കൊടുക്കുക. യോജിപ്പിക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നൂഡിൽസ് വേവിക്കാൻ വെക്കുക. വെള്ളം തിളച്ചാൽ നൂഡിൽസ് ഇട്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ അതൊന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. നേരത്തെ തയ്യാറാക്കിയ നൂഡിൽസ് മിക്സിയിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൂട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാവിടെയും അതിൻ്റെ സോസുകളൊന്നും പിടിക്കില്ല. നന്നായിട്ട് തന്നെ ഇളക്കി കൂട്ടി അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും സെല്ലറി ഇടുക. ഫ്രൈഡ് ചില്ലി ചിക്കൻ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച നൂഡിൽസ് തയ്യാറായി. നല്ല ടേസ്റ്റാണ്. അധികം ഒരുപാട് ഓവർ സോസൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇത് ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.